നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പണ്ടുകാലം മുതൽ ഹൈന്ദവ ഗ്രഹങ്ങൾക്ക് മുൻപിൽ തുളസിത്തറ നിർമ്മിച്ച് തുളസി നട്ട് ഭക്തിപൂർവം പരിപാലിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ലക്ഷ്മി ദേവിയുടെ തന്നെ പ്രതിരൂപമാണ് തുളസി. തുളസി പലതരത്തിലുമുണ്ടെങ്കിലും തുളസിത്തറയിൽ കൃഷ്ണ തുളസിക്കാണ് സാധാരണയായി സ്ഥാനം നൽകുക. മുൻകാലങ്ങളിൽ സന്ധ്യാദീപം തെളിയിക്കുന്നതിന് മുൻപ് പല ചടങ്ങുകളും ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് മുൻപ് അടിച്ചു തെളിക്കണം, സന്ധ്യയ്ക്ക് തെക്കുമാറി നെരിപ്പോട്ട് കൂട്ടണം, വിളക്ക് കൊളുത്തി ദീപം ദീപം എന്ന് വിളിച്ചു പറയണം എന്നിങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ. അതു കഴിഞ്ഞാണ് സന്ധ്യാപ്രാർത്ഥന. ഇന്നത്തെ സന്ധ്യാനാമത്തിന് സമയമായി കേൾക്കാം. ദീപജ്യോതി പരം ജ്യോതി ദീപജ്യോതിർ ജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതി നമോസ്തുതേ. ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദ ദ്വേഷബുദ്ധിവിനാശായ ആത്മജ്യോതിർ നമോസ്തുതേ. ബ്രഹ്മജ്യോതിർ നമോസ്തുതേ. ബ്രഹ്മജ്യോതിർ പ്രദീപ്തായ ഗുരുജ്യോതി നമോസ്തുതേ. ബ്രഹ്മമുരാരിസുരാർച്ചിതലിംഗം നിർമ്മലഭാസിതശോഭിതലിംഗം ജന്മജദുഃഖവിനാശകലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. ദേവമുനി പ്രവരാർച്ചിതലിംഗം കാമദഹം കരുണാകരലിംഗം രാവണദർപ്പവിനാശകലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. സർവസുഗന്ധിസുലേപിതലിംഗം ബുദ്ധിവിവർദ്ധനകാരണലിംഗം സിദ്ധസുരാസുരവന്ദിതലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. കനകമഹാമണിഭൂഷിതലിംഗം ഫണിപതിവേഷ്ടിതശോഭിതലിംഗം ദക്ഷസുയജ്ഞവിനാശനലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. കുങ്കുമചന്ദനലേപിതലിംഗം പങ്കജഹാരസുശോഭിതലിംഗം
സഞ്ചിത പാപവിനാശനലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. ദേവഗണാർച്ചിതസേവിതലിംഗം ഭാവൈർഭക്തിഭിരേവ ച ലിംഗം ദിനകരകോടിപ്രഭാകരലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. അഷ്ടദളോപരിവേഷ്ടിതലിംഗം സർവസമുദ്ഭവകാരണലിംഗം. അഷ്ടദരിദ്രവിനാശനലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. സുരഗുരുസുരവരപൂജിതലിംഗം സുരവനപുഷ്പസദാർച്ചിതലിംഗം. പരമപരം പരമാത്മകലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. ലിംഗാഷ്ടകമിദം പുണ്യം യപ്പടേത് ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതേ. ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർ 18-ാം പടി ചവിട്ടിയാണ് സന്നിധാനത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇരുമുടിക്കെട്ട് നിർബന്ധമാണ്. 2 അറകളായി കെട്ടുന്ന കെട്ടിൽ ഏതറയിൽ എന്തെല്ലാം നിറയ്ക്കണമെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ചിട്ടകളുണ്ട്. അതിനു പിന്നിൽ ചില ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു ഇന്നത്തെ കഥയമേൽ. എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഭഗവാൻ അയ്യപ്പസ്വാമിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ കാണാനായിട്ട് കാത്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ എല്ലാവരുടെയും ഇടയിലുണ്ടാവും. ഭഗവാനെ കാണാനായി ഭഗവാന്റെ ആലയം, ഭഗവാൻ കുടികൊള്ളുന്ന ഭഗവാന്റെ പൂർണ്ണ ചൈതന്യത്തിൽ ആ താപസ ശാസ്താവായി യോഗഭാവത്തിൽ ചിന്മുദ്ര ധരിച്ചുകൊണ്ട് ആ ഭഗവാൻ ശബരിമലയിൽ ഇരിക്കുന്നു. ആ ഭഗവാനെ കാണാനായിട്ടുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന നിരവധിയായിട്ടുള്ള ഭക്തർ നമ്മുടെ വീട്ടിലും ചുറ്റുപാടും എല്ലായിടത്തും ഉണ്ടാവും. ഭഗവാനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരുപാട് ചിട്ടകളും ശീലങ്ങളും ശബരിമലയുടെ തീർത്ഥാടനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാനെ കാണാൻ പോകുന്ന യാത്രയുടെ തുടക്കം, ഭഗവാന്റെ ആ സന്നിധിയിൽ എത്തുന്നതിന് മുമ്പ് ഭഗവാൻ എങ്ങനെയാണോ നിഷ്കർഷിച്ചിട്ടുള്ളത് ആ രീതി പിന്തുടരാൻ ഓരോ അയ്യപ്പ ഭക്തരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ തന്നെ കാണാൻ വരുന്നവർ എങ്ങനെ വരണം എന്നുള്ള ആ അയ്യപ്പസ്വാമിയുടെ കൽപ്പന പ്രകാരം മാത്രമേ ഏതൊരു ഭക്തനും ആ തിരുസന്നിധിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കെട്ടുനിറ എന്നുള്ളത്. നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു ചടങ്ങായിരിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത്? അന്നേ ദിവസമാണ് ഭഗവാനെ കാണാനുള്ള യാത്ര യഥാർത്ഥത്തിൽ നമ്മൾ ആരംഭിക്കുന്നത്. വ്രതം തുടങ്ങിയിട്ട് ദീർഘനാളായിട്ടുണ്ടായിരിക്കാം, മുദ്രമാല ധരിച്ചിട്ട് ദീർഘനാളായിട്ടുണ്ടായിരിക്കാം. എങ്കിലും വീട്ടിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നും എല്ലാം മാറി ഇനി അങ്ങോട്ടുള്ള ദിവസമാണ് ശബരിമല യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ദ്രവ്യങ്ങൾ ശേഖരിച്ച് അത് ഭഗവാന് സമർപ്പിക്കാനായി ഇരുമുടി നിറയ്ക്കുന്ന ചടങ്ങാണ് യഥാർത്ഥത്തിൽ കെട്ടുനിറ. ഇരുമുടിക്കെട്ടില്ലാതെ ഒരാൾക്കും ഭഗവാനെ 18-ാം പടി കയറി കാണാനുള്ള അർഹതയില്ല. അതുകൊണ്ട് ശബരിമലയിൽ പോകുന്ന സമയത്ത് ഭഗവാനെ കാണുക എന്നുള്ളതിൻ്റെ അത്രയും തന്നെ പ്രാധാന്യമുണ്ട് 18-ാം പടി കയറുക എന്നുള്ളതിന്. അതിനു വേണ്ട അധികാര ചിഹ്നമാണ് യഥാർത്ഥത്തിൽ ഇരുമുടി. ആ ഇരുമുടി നിറയ്ക്കുന്ന ചടങ്ങാണ് കെട്ടുനിറ. ഈ കെട്ടുനിറ നടക്കുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ്? നമുക്ക് താല്പര്യമുള്ള ദിവസങ്ങൾ ഉപയോഗിക്കാം. എങ്കിലും ഭഗവാൻ ഏറ്റവും വിശേഷപ്പെട്ട ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച, അതുമല്ലെങ്കിൽ ഉത്രം നക്ഷത്രം വരുന്ന ദിവസം, ഭഗവാന്റെ നാളാണ് ഉത്രം നക്ഷത്രം. ഈ സമയങ്ങളിൽ കെട്ടുനിറയ്ക്കുന്നതിന് വളരെയധികം അത്യുത്തമമായിട്ട് കണക്കാക്കുന്നു. പണ്ട് കാലങ്ങളിൽ കെട്ടുനിറ പോലും മുഹൂർത്തം നോക്കിയാണ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയധികം
ദിവ്യത്വം ഉള്ള ഒരു പ്രക്രിയയാണ് കെട്ടുനിറ. കെട്ടുനിറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? ഭഗവാന്റെ ദേഹത്തൂടെ അഭിഷേകം ചെയ്യാനുള്ള ആ മുദ്രത്തേങ്ങ അല്ലെങ്കിൽ നെയ്ത്തേങ്ങ, അത് കെട്ടിലേക്ക് നിക്ഷേപിക്കുന്ന ചടങ്ങാണ് കെട്ടുനിറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കെട്ടുനിറയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത ദിവസം ആദ്യം ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങി ആ കെട്ടുനിറ നടക്കുന്ന ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ആ ദേശത്തോ ഉള്ള ദേവീദേവന്മാരുടെ അനുഗ്രഹം വാങ്ങി ഭഗവാന്റെ തന്നെ പ്രതിനിധിയായി തൻ്റെ കെട്ടുനിറയ്ക്ക് തൻ്റെ കൂടെ ഒപ്പം ഇരിക്കുന്ന, ആ കെട്ടുനിറയ്ക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഗുരുസ്വാമിയെ നമസ്കരിച്ചുകൊണ്ട് വേണം കെട്ടുനിറയ്ക്ക് ഓരോ സ്വാമിയും ചെന്നിരിക്കാനായിട്ട്. പിന്നീട് അങ്ങോട്ട് ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ഭഗവാന് കൊടുക്കേണ്ട ദ്രവ്യങ്ങളെല്ലാം തന്നെ ആ കെട്ടുനിറയുടെ 2 കെട്ടുകൾ, ഇരുമുടി എന്നാണ് നമ്മളതിനെ വിളിക്കുക അല്ലേ. ഒരു മുൻകെട്ടുണ്ട്, ഒരു പിൻകെട്ടുണ്ട്. മുൻകെട്ടിൽ നിറയ്ക്കുന്നത് മുഴുവൻ ഭഗവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഭഗവാന് കൊടുക്കേണ്ട വസ്തുക്കളെല്ലാം തന്നെ നമ്മൾ മുൻകെട്ടിൽ നിറയ്ക്കുന്നു. പിൻകെട്ടിൽ നമുക്ക് യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ അരിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പണ്ട് കാലത്തൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നത്. ഭഗവാൻ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഭഗവാൻ പോലും ഒരു ഇരുമുടി കൊണ്ടുപോയിരുന്നു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ഭഗവാനെ കാണാൻ പോകുന്ന ആളുകളും ഭഗവാന്റെ അതേ രീതി പിന്തുടരണം എന്ന് ഭഗവാന്റെ ആജ്ഞയുണ്ട്. അതുകൊണ്ട് ആ കെട്ട് നിറച്ചിട്ടുള്ള കെട്ട്, ഇരുമുടിക്കെട്ട്, അത് നമ്മുടെ ശിരസിലേക്ക് ധരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഭഗവാനെ നേരിട്ട് ചെന്ന് കാണാനുള്ള ഒരു അർഹത കിട്ടുന്നത്. ആ കെട്ട് നിറയ്ക്കുന്ന ആ പ്രക്രിയയ്ക്ക് അത്രത്തോളം തന്നെ ദിവ്യത്വമുണ്ട്. ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അധികാരം നമുക്ക് തരുന്നൊരു പ്രക്രിയയാണ്. അതിനെ വളരെയധികം ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടിയാണ് ഓരോ അയ്യപ്പ ഭക്തരും കാണുന്നത്. ഈ ഇരുമുടിയുടെ തത്വാംശം എന്ത് എന്നുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കെട്ടുനിറയിൽ ഉണ്ടാക്കുന്ന ആ ഇരുമുടിയിലെ മുൻകെട്ടിലുള്ളത് നമ്മുടെ പുണ്യമാണ് എന്നാണ് സങ്കല്പം. പിൻകെട്ടിലുള്ളതോ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളാണ്. ഈ പുണ്യപാപങ്ങളുടെ ചുവടുമായിട്ടാണ് നമ്മൾ ഭഗവാനെ കാണാനായിട്ട് പോകുന്നത്. ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പുണ്യങ്ങളെയും പാപങ്ങളെയും എല്ലാം തന്നെ ഭഗവാൻ സ്വീകരിച്ച് ആ കൈവല്യം, പരമമായിട്ടുള്ള മോക്ഷം നമുക്ക് അനുഗ്രഹിച്ചു തരുന്നു. അതിനെന്താണ് വേണ്ടത്? അറിവിൻ്റെ 18 പടികൾ കയറിയാൽ മാത്രമേ ആ കൈവല്യാവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ 18 പടികൾ കയറണമെങ്കിൽ നിർബന്ധമായും ഇരുമുടിക്കെട്ട് നമ്മുടെ കൈകളിൽ വേണം, നമ്മുടെ ശിരസിൽ വേണം. അത് തയ്യാറാക്കുന്ന കെട്ടുനിറയ്ക്ക് ഭഗവാന്റെ ചൈതന്യം പൂർണ്ണമായും ഉണ്ടാവും എന്നുള്ള വിശ്വാസവും നമ്മളിൽ ഓരോരുത്തരിലും വേണം. അതുകൊണ്ട് ഒരു കുടുംബ ബന്ധത്തിൽപ്പെട്ട ഒരാളുടെയോ ഒരു സുഹൃത്തിൻ്റെയോ ആരുടെയോ ആയിക്കൊള്ളട്ടെ, കെട്ടുനിറയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ കൈകൊണ്ട് ഒരു പിടി അരി, ഒരു നാണയം ഭഗവാനെ കാണാൻ പോകുന്ന ഭക്തരുടെ കയ്യിൽ ഭഗവാന്റെ അടുത്തേക്ക് കൊടുത്തയക്കാനുള്ള ഒരു അവസരമാണ് മറ്റുള്ള ഭക്തർക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഒരേ സമയം മാലയിട്ട ആളുകൾക്കും ഇനി ഭഗവാനെ കാണാൻ ചെല്ലാൻ പ്രയാസമുള്ള ആളുകൾക്കും ഒരുപോലെ ഭഗവാന്റെ അനുഗ്രഹം കെട്ടുനിറ ചടങ്ങിൽ വെച്ച് ലഭിക്കുന്നു എന്ന് ഗുരുസ്വാമിമാർ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നടക്കുന്ന കെട്ടുനിറകളിൽ പരമാവധി പങ്കെടുക്കുക. ഭഗവാന്റെ നാമം, സ്വാമിയെ ശരണമയ്യപ്പ എന്ന ഭഗവാന്റെ ദിവ്യമന്ത്രം ഉറക്കെ ചൊല്ലിക്കൊണ്ട് നിരവധിയായിട്ടുള്ള കെട്ടുനിറകളിൽ പങ്കെടുക്കാനും കെട്ട് നിറച്ചുകൊണ്ട് ഭഗവാനെ ശബരിമലയിൽ പോയി കാണാനും നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു ഭഗവാന്റെ വിശേഷവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ചില ക്ഷേത്രങ്ങളിൽ ഉയരമുള്ള ഗോപുരങ്ങൾ ഉണ്ടായിരിക്കും. ദൂരെ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്ന ഈ ഗോപുരത്തെ വന്ദിച്ചാലും ക്ഷേത്ര ദർശന ഫലം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇത്തരം ഗോപുരങ്ങൾക്ക് പല നിലകൾ ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത ദിനങ്ങളിൽ ഗോപുരത്തെ വന്ദിക്കുക. ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. നമോ ഭൂതനാഥം നമോ ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടുന്ന ശ്രീകാര്യം എന്ന പ്രദേശം അതിമനോഹരമായി പ്രകൃതി ഒരുക്കിയ പശ്ചാത്തലത്തിൽ ഒരു സഹസ്രാബ്ദത്തിനും അപ്പുറം പഴമയുള്ള ഒരു മഹാശിവക്ഷേത്രമാണ്. ഇതാണ് ശ്രീ ഇളംകുളം മഹാദേവ ക്ഷേത്രം. നമോ ഭൂതനാഥം നമോ ദേവദേവം. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും
ഇവിടെ ഇളംകുളം എന്ന പേര് സിദ്ധിച്ചതിനുമെല്ലാം രസകരമായ കഥകളുണ്ട്. ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി. അതിപ്രാചീന കാലം മുതൽ നാഗ ആരാധന നടന്നു വന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. ചുറ്റും മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്ന കാവ്, നടുവിൽ ധാരാളം പാറകൾ, അതിവിശാലവും ശുദ്ധജലം നിറഞ്ഞതുമായ കുളം. ഇതിനടുത്ത് പണ്ഡിതനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു. കുറെ മാറി സ്ഥിതി ചെയ്തിരുന്ന ഒരു ശിവക്ഷേത്രത്തിൽ നിത്യവും അദ്ദേഹം ദർശനം നടത്തിയിരുന്നു. എന്നാൽ പ്രായം കൂടി വരികയും ശരീരത്തിന് അസ്വസ്ഥതകൾ ബാധിക്കുകയും ചെയ്തതോടെ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാതെയായി. ദുഃഖിതനായ ബ്രാഹ്മണൻ തന്റെ ദയനീയാവസ്ഥ മനസ്സിൽ പറഞ്ഞ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. സ്വപ്നത്തിൽ മഹാദേവൻ ദർശനം നൽകുകയും കാവിന് സമീപമുള്ള കുളത്തിൽ താൻ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. പിറ്റേന്ന് കുളക്കരയിലെത്തിയ ബ്രാഹ്മണൻ പാറയുടെ മുകളിൽ സ്വയംഭൂവായ ഒരു ശിവലിംഗം ദർശിക്കുകയുണ്ടായി. ബ്രാഹ്മണൻ അവിടെ ആരാധന തുടങ്ങുകയും താമസിയാതെ അവിടെ ഒരു ക്ഷേത്രം രൂപപ്പെടുകയും ചെയ്തു. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ആയി രാജവംശത്തിന്റെ കാലത്താണ് ഇവിടെ ഒരു ക്ഷേത്രം നിലവിൽ വന്നത് എന്നാണ് വിശ്വാസം. കുളത്തിലെ പാറയിൽ സ്വയംഭൂവായി ശിവലിംഗം പ്രത്യക്ഷമായതിനാലാണ് ഇവിടെ ഇളംകുളം എന്നറിയപ്പെട്ടത് എന്ന് കരുതുന്നു. ബ്രഹ്മമുരാരിസുരാർച്ചിതലിംഗം നിർമ്മലഭാഷിതശോഭിതലിംഗം ജന്മജ ദുഃഖവിനാശകലിംഗം തൽപ്രണമാമി സദാശിവ. കാലക്രമത്തിൽ നടന്ന പ്രശ്നവിധികളിൽ ഇവിടെ ശക്തമായ വൈഷ്ണവ സാന്നിധ്യം കണ്ടെത്തുകയും തുടരന്വേഷണത്തിൽ അത് ഗോശാല കൃഷ്ണനാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ മറ്റൊരു ശ്രീകോവിൽ പണിത് ഗോശാല കൃഷ്ണനെ പ്രതിഷ്ഠിച്ചു. ഗോശാല കൃഷ്ണനു വേണ്ടി അടുത്ത് തന്നെ ഗോശാലയും പണിതു. ഇന്ന് അവിടെ ധാരാളം ഗോക്കളെ വളർത്തുന്നുണ്ട്. വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ ഗോശാല കൃഷ്ണൻ. 12 വയസ്സുള്ള ചമ്മട്ടിയേന്തിയ ഏറെ വൈബ്രൻ്റായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമിയെ പരിപാലിക്കുന്നത് ഭഗവാന്റെ സന്തത സഹചാരികളായിട്ടുള്ള ഗോക്കൾ തന്നെയാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള ചതുശാലകളിൽ ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നാടൻ പശുക്കളെയാണ് സംരക്ഷിക്കുന്നത്. അവർ ഏറെ പൂജിക്കപ്പെടുന്നുണ്ട് ഇവിടെ. എപ്രകാരമാണോ ഭഗവാൻ പൂജിക്കപ്പെടുന്നത് അതിലേറെ തന്നെ വിശുദ്ധിയോടെ ഇവിടുത്തെ ഗോക്കളും പരിപാലിക്കപ്പെടുന്നുണ്ട്, പൂജിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോവൂട്ടും ഗോപൂജയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഇവിടെ ഗോക്കൾ പൂജിക്കപ്പെടുന്നത് കൊണ്ട് തൃപ്തിയാകുന്നത്, സന്തുഷ്ടനാകുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് പരമപ്രധാനമായി ഗോക്കളെ പൂജിക്കുന്നു, ഒപ്പം ഭഗവാൻ പൂജിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന വളരെ വിശേഷമായൊരു സങ്കല്പം ഇവിടെയുണ്ട്. ഭാരതത്തിൻ്റെ തനത് സംസ്കൃതി അതുപോലെ ഉറഞ്ഞുകൂടിയ ഒരു ക്ഷേത്ര സമുച്ചയം കൂടിയാണ്, ക്ഷേത്ര സങ്കേതം കൂടിയാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ ഗോശാലകൃഷ്ണൻ്റെ ക്ഷേത്രവും. നാലുകെട്ട് രീതിയിലാണ് ഗോശാല. അതിന്റെ നടുത്തളത്തിൽ പടിഞ്ഞാറ് ദർശനമായാണ് ഗോശാല കൃഷ്ണൻ കുടികൊള്ളുന്നത്. ഇവിടെ ഗോവൂട്ടും ഗോപൂജയും എല്ലാ ദിവസവും നടത്തിവരുന്നു. ഭാരതത്തിലെ സ്വന്തം ഇനങ്ങളായ 7 തരം ഗോക്കളാണ് ഇവിടെയുള്ളത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഇനം മുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇനം വരെ ഇവിടെയുണ്ട്. കപില എന്ന പ്രത്യേക ഇനത്തിൽപ്പെട്ട ഗോവും ഇവിടെയുണ്ട്. കൃഷ്ണന് ചുറ്റുമുള്ള ചതുശാലകളിൽ ഇവ സന്തോഷത്തോടെ കഴിയുന്നു.
ഐതിഹ്യപ്പെരുമ കൊണ്ട് ഏറെ സമ്പുഷ്ടമാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന നീരുറവയിൽ നിന്ന് ശേഖരിക്കുന്ന ജലം പ്രത്യേക ഔഷധക്കൂട്ടോടെ ഭക്തർക്ക് കൊടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ രേഖകളും ഈ ക്ഷേത്രത്തിൽ ലഭ്യമാണ്. പ്രത്യേക പൂജാവിധാനങ്ങൾക്ക് ശേഷം പ്രസാദമായി കൊടുക്കുന്ന ഈ ഔഷധം സേവിക്കുന്നത് വഴി ആരോഗ്യ സംരക്ഷണവും അതുപോലെ രോഗാവസ്ഥയ്ക്ക് ശമനവും ഉണ്ടാകുന്നു എന്നൊരു ഖ്യാതി ഈ ക്ഷേത്രത്തിൽ രൂഢമൂലമായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദേവപ്രശ്നത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുകയും അതിൻ്റെ രേഖകൾ സമാഹരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പഴയ പ്രൗഢിയിലേക്ക്, പഴയ ആചാരത്തിലേക്ക് പോകുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിലില്ലാത്ത ചില ചടങ്ങുകളുണ്ട് ഇവിടെ. ശനിദോഷ പരിഹാരത്തിനായി നടത്തുന്ന ക്രിയയാണത്. കാർമ്മികന്റെ നിർദ്ദേശപ്രകാരം ഓരോരുത്തരും സ്വന്തമായി നടത്തുന്ന പൂജയാണത്. പൂജാനന്തരം നിവേദ്യം ഭക്തർ തന്നെ നേരിട്ട് ദേവന് സമർപ്പിക്കുന്നു. തൃക്കപാലേശ്വരത്തും ശ്രീകണ്ഠേശ്വരത്തും തൃപ്പരപ്പിലും വാഴും പൊരുളെ എന്നും ഭഗവതി, ഭദ്ര, ദുർഗ എന്നിങ്ങനെ ഒറ്റ ശ്രീകോവിലിനുള്ളിൽ 3 അറകളിലായി 3 ദേവിമാർ കുടികൊള്ളുന്ന ആരാധനാ സ്ഥലമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇവിടെ ഭദ്രകാളി ചൈതന്യം കലമാൻ കൊമ്പിലാണ് ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മഹാദേവന് അഭിമുഖമായി പ്രതിഷ്ഠിച്ച ഹനുമാൻ ക്ഷേത്രമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കൃഷ്ണശിലയും തടിയും കൊണ്ട് 5 വർഷമെടുത്ത് പണിഞ്ഞതും ചെമ്പ് മേൽക്കൂര ഉള്ളതുമായ ഈ ക്ഷേത്രം പ്രൗഢമനോഹരമാണ്. കുംഭമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ട് വരും മട്ടിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെയുള്ളത്. അതിമനോഹരവും ഐതിഹ്യത്തിന്റെയും ചരിത്രത്തിന്റെയും പിൻബലമുള്ളതും വ്യതിരിക്തമായ ചടങ്ങുകളാൽ സമ്പന്നവുമായ ഇളംകുളം ക്ഷേത്രം ഭക്തമനസ്സുകളെ അഭൗമമായ നിർവൃതിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. മൃഗമദാമോദാങ്കിതം ചന്ദനം ജാതി ചമ്പകവില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപതേ ഹൃത്കൽപിതം ഗൃഹ്യതാ രത്നൈഃ കൽപിതമാനസം ഹിമജലൈഃ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമദാമോദാങ്കിതം ചന്ദനം ജാതി ചമ്പകവില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപതേ ഹൃത്കൽപിതം ഗൃഹ്യതാം. സൗന്ദര്യവും ഇഷ്ടവും തമ്മിൽ സാദൃശ്യവും വ്യത്യാസവുമുണ്ട്. സൗന്ദര്യമുള്ളതിനെയെല്ലാം നാം ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ ഇഷ്ടം സൗന്ദര്യമുണ്ടാക്കും. ഒരാൾക്ക് ഒന്നിനോട് ഇഷ്ടം തോന്നിയാൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം സുന്ദരമായിരിക്കും. അപ്പോൾ അവയും സുന്ദരമുള്ളതായി തീരും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.